അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ ക്യൂ സ്പോട്ടിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് വിശുദ്ധ ഖുർആനിലെ 105-ാമത്തെ സൂറത്തായ സൂറത്തുൽ ഫീൽ പഠനം ആരംഭിക്കുകയാണ്. സൂറത്തുൽ ഫീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിത കാലഘട്ടത്തിലാണ് അവതരിക്കുന്നത്. സൂറത്തുൽ ഫീലിൽ ആകെ 5 സൂക്തങ്ങളാണ് ഉള്ളത്. ഈ സൂറയുടെ ഒരു പ്രത്യേകത എന്താണ്? ഒരു മൃഗത്തിൻ്റെ പേരാണ് ഈ സൂറയ്ക്ക് പേരായിട്ട് വന്നിട്ടുള്ളത് എന്നതാണ്. വേറെ ഏതെങ്കിലും സൂറ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ ഒരു മൃഗത്തിൻ്റെ പേരുള്ളത്? 2-ാമത്തെ സൂറ അൽ ബഖറ, പശു എന്നാണ് പേര്. അതേപോലെ വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് പല ജീവജാലങ്ങളുടെ പേരുകൾ വരുന്നുണ്ട് അല്ലേ? 14 ഇടങ്ങളിൽ മൃഗത്തെ പരാമർശിക്കുന്നുണ്ട്, പല മൃഗങ്ങൾ. അതിൽ ചിലത് ഒരേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത അവസ്ഥയിലുള്ള മൃഗങ്ങളൊക്കെ ഉണ്ടാകാം. അതേപോലെ തന്നെ 7 പ്രാണികളെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, 5 പക്ഷികളെക്കുറിച്ചുണ്ട്, 2 ഇഴജന്തുക്കളെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. അമ്മ ജുസ്ഇൽ ഒരു മൃഗത്തെ 2 പേരുകളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. സൂറത്തുൽ ഫീൽ അല്ലാതെ വേറെ സൂറത്തുകളിലായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക, അതിനു വേണ്ടിയുള്ള ക്ലൂ തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുകൾക്ക് പേര് നിശ്ചയിക്കുന്നത് ചില അടയാളങ്ങൾ എന്ന നിലക്കാണ്. ചിലപ്പോൾ അത് വളരെ കാവ്യാത്മകമായിട്ട് നമുക്ക് അനുഭവപ്പെടും അല്ലേ? മലയാളത്തിൽ പ്രസിദ്ധനായ കഥാകാരനുണ്ടായില്ലേ, തകഴി. അദ്ദേഹത്തിൻ്റെ ഒരു നോവലിൻ്റെ പേര് കയർ എന്നാണ്, മറ്റൊന്ന് ചെമ്മീനാണ്. യഥാർത്ഥത്തിൽ അതൊക്കെ ചില സിമ്പിൾസ് മാത്രമാണ്. ഏറ്റവും ആധുനിക കാലഘട്ടത്തിൽ പോലും കഥകളൊക്കെ എഴുതുന്നവർ അങ്ങനെയാണ് പേരുകൾ സ്വീകരിക്കുക. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുകളുടെ പേരുകൾ സ്വീകരിച്ചതും വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന ശൈലിയും ഒക്കെ തികച്ചും വ്യത്യസ്തമാണ് എന്ന് കാണാൻ സാധിക്കും. നമ്മൾ ഇന്ന് ധാരാളമായിട്ട് ഫീൽ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട് അല്ലേ? അത് ഇംഗ്ലീഷിലെ ഫീലാണ്, അത് വല്ലാത്തൊരു ഫീലാണ് എന്ന് പറയാറുണ്ടല്ലോ. എന്നാൽ ഇവിടെ അല്ലാഹു സാക്ഷാൽ ആനയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് എന്ന് കാണാം. നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ള ആനക്കലഹ സംഭവവുമായി ബന്ധപ്പെട്ടാണ് സൂറത്തുൽ ഫീൽ 5 ആയത്തുകളിലായിട്ട് അവതരിച്ചത് എന്ന് കാണാൻ സാധിക്കും. നമുക്ക് സൂറത്തുൽ ഫീൽ പാരായണം ചെയ്തതിന് ശേഷം അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പോകാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. ഈ സൂറത്തിലെ ഒരു പ്രത്യേകത 5 ആയത്തുകളും ലാമിൽ അവസാനിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. പിന്നെ ആദ്യത്തെ 3 ആയത്തുകൾ പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും ഇല്ലാത്ത വിധം വളരെ നോർമലായിട്ട് വായിച്ചാൽ മാത്രം മതി. പിന്നെ വരുന്ന 2 ആയത്തുകളിൽ ചില അക്ഷരങ്ങൾ ചേർത്ത് മണിക്കാനുള്ള നിയമമുണ്ട്. അത്രയുമാണ് പാരായണവുമായി ബന്ധപ്പെട്ട് ഈ സൂറയിൽ ശ്രദ്ധിക്കേണ്ടത്. മറ്റ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളില്ല. എന്നാൽ ഉച്ചാരണ സ്ഫുടത വളരെ ജാഗ്രതയോടുകൂടി തന്നെ പാലിക്കേണ്ടതുണ്ട് എന്ന് ഉണർത്താണ്. ഈ സൂറയുടെ പശ്ചാത്തലം എന്താണ്? പ്രത്യേകിച്ച് നാം പഠിക്കേണ്ടതുണ്ട്. ഇതിൽ 3 ഭരണാധികാരികൾ വരുന്നുണ്ട്, അതുപോലെ 2 ജീവികൾ വരുന്നുണ്ട് എന്നതൊക്കെ ഒരു പ്രത്യേകതയാണ്. ആരൊക്കെയാണ് ഭരണാധികാരികൾ? ഒന്ന്, അബിസീനിയയിലെ, ഇന്ന് എത്യോപ്യ എന്ന് വിളിക്കപ്പെടുന്ന
അബിസീനിയ എന്ന രാജ്യത്തെ മഹാരാജാവായ നജ്ജാഷിയാണ് ഒരു രാജാവ്, ഒരു ഭരണാധികാരി. മറ്റൊന്ന്, ആ അബിസീനിയയിലെ നജ്ജാഷി എന്ന മഹാരാജാവിൻ്റെ കീഴിൽ യമൻ ഭരിച്ചിരുന്ന അബ്രഹത്ത് എന്ന രാജാവാണ്. മൂന്നാമത്തേത്, മക്കയുടെ ആ കാലഘട്ടത്തിലെ ഭരണാധികാരിയായിരുന്ന അബ്ദുൽ മുത്തലിബാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്യുപ്പയാണല്ലോ അബ്ദുൽ മുത്തലിബ്. ഈ സൂറയിൽ വരുന്ന ഒരു മൃഗം ആനയാണ്, മറ്റൊരു ജീവി ഒരു പക്ഷിയാണ്, അല്ലേ? ത്വയ്റൻ അബാബിയിൽ, പക്ഷിക്കൂട്ടങ്ങളാണ് ഈ സൂറയിൽ വരുന്ന മറ്റൊന്ന്. സംഭവബഹുലമായ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സൂറ അവതരിച്ചിരിക്കുന്നത്. ആനക്കലഹ സംഭവം, ഇതൊരു മഹാസംഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ അറബികൾ ആ സംഭവം നടന്നതിന് ശേഷം കാലം നിർണയിച്ചിരുന്നത് ആമുൽ ഫീൽ, ആനക്കലഹ വർഷം എന്ന് നിശ്ചയിച്ചിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ആനക്കലഹം നടന്നതിന് ശേഷം 2ാമത്തെ വർഷം 3ാമത്തെ വർഷം എന്ന രൂപത്തിലൊക്കെയാണ് പിന്നെ അവർ കാലം കണക്കാക്കിയിരുന്നത് തന്നെ. അത്രയും പ്രാധാന്യമുള്ള ഒരു ചരിത്ര സംഭവമായിരുന്നു അത് എന്നാണ് മനസ്സിലാവുക. ഈ സംഭവം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ കാലഘട്ടത്തിൽ നടക്കുന്ന പല സംഭവങ്ങളോടും സാമ്യതയുള്ളതായിട്ട് മനസ്സിലാവും. അങ്ങനെയാണല്ലോ ചരിത്രം പഠിക്കുന്നത് മുൻകാല സമൂഹങ്ങൾക്ക് സംഭവിച്ച അബദ്ധങ്ങളും അതുപോലെ അവർക്കുണ്ടായ നേട്ടങ്ങളും അറിയുക, അതേപോലെ ഈ കാലഘട്ടത്തിലെ സംഭവങ്ങളെ അതിനോട് താരതമ്യം ചെയ്ത് വിലയിരുത്തുക, ഇങ്ങനെയൊക്കെയുള്ള ഉദ്ദേശത്തിലാണ്. ഈ സംഭവത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത്? അബ്രഹത്ത് എന്ന രാജാവാണ് ഇതിലൊരു കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നത്. അയാൾ പറഞ്ഞല്ലോ, അന്നത്തെ ക്രൈസ്തവ സമൂഹമായ രാജ്യമായ യമനിൻ്റെ ഭരണാധികാരിയാണ്. യമനിൻ്റെ തലസ്ഥാനത്ത് അയാൾ ഒരു ക്രൈസ്തവ ദേവാലയം പണിതു. വളരെ ഗംഭീരമായിട്ടുള്ളൊരു ദേവാലയമാണ്. എന്നിട്ട് അയാൾ ചില ആസൂത്രണങ്ങൾ നടത്താൻ. അതിൽ ഒന്ന് കഅബ ആക്രമിക്കുക എന്നതായിരുന്നു. അങ്ങനെ തീർത്ഥാടകരെ യമനിലേക്ക്, സൻആയിൽ താൻ പണിത ആരാധനാലയത്തിലേക്ക് ആകർഷിക്കുക എന്നത് അയാളുടെ ഒരു ലക്ഷ്യമായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇയാളിങ്ങനെ സൻആയിൽ ഒരു ക്രൈസ്തവ ദേവാലയം പണിതപ്പോൾ അറബികളിൽ ചിലർ അവിടെ വന്നിട്ട് അത് വൃത്തികേടാക്കി എന്നുള്ള പ്രചാരണം ഉണ്ടായി. അങ്ങനെ ഒരു പ്രചരണം സൃഷ്ടിച്ചിട്ടാണ് അയാൾ കഅബ ആക്രമിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുന്നത്. അതിൻ്റെ പിന്നിൽ അയാൾക്ക് 3 ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഒന്ന് മതപരമായ ലക്ഷ്യമാണ്, 2ാമത്തേത് രാഷ്ട്രീയ ലക്ഷ്യമാണ്, 3ാമത്തേത് സാമ്പത്തികമായ ലക്ഷ്യമാണ്. എന്താണ് മതപരമായ ലക്ഷ്യം? മക്കയിലേക്ക് വന്ന് കഅബ തകർക്കുക, അങ്ങനെ യമനിലെ സൻആയിൽ അയാൾ പണിതിട്ടുള്ള ആ ദേവാലയത്തിലേക്ക് അറബികളെ ഒന്നടങ്കം ആകർഷിക്കുക, അങ്ങനെ അറേബ്യയിൽ ക്രിസ്തുമതം പ്രചരിപ്പിക്കുക എന്നതായിരുന്നു മതപരമായിട്ട് അയാൾ കണ്ട ലക്ഷ്യം. രാഷ്ട്രീയ ലക്ഷ്യം എന്താണ്? ഇങ്ങനെ ആളുകളെ യമനിലേക്ക് ആകർഷിച്ച് ആ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന് അത് മുഖേന തൻ്റെ മഹാരാജാവായ നജ്ജാഷിയുടെ പ്രീതി നേടിയിട്ട് അധികാരം കൂടുതൽ ഭദ്രമാക്കുക, വികസിപ്പിക്കുക എന്നതായിരുന്നു അയാളുടെ രാഷ്ട്രീയ ലക്ഷ്യം. സാമ്പത്തിക ലക്ഷ്യം ഉണ്ടായിരുന്നു. എന്താണ്? ഇപ്പോൾ മക്കയിൽ ഹജ്ജ് നടക്കുന്നു. ഹജ്ജ് സീസണിൽ മക്ക വമ്പിച്ച കച്ചവട കേന്ദ്രമായിട്ട് മാറുന്നുണ്ട്. അല്ലെങ്കിലും മക്ക കച്ചവട കേന്ദ്രമാണ്. ഈ കച്ചവട കുത്തക തകർക്കുക, എന്നിട്ട് കച്ചവടം മുഴുവനും യമനിലേക്ക് മാറ്റുക, അത് മുഖേന സാമ്പത്തിക നേട്ടം അബ്രഹത്ത് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ 3 ലക്ഷ്യങ്ങളാണ് അയാളുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. ഒന്ന് മതപരമാണ്, 2 രാഷ്ട്രീയമാണ്, 3ാമത്തേത് സാമ്പത്തികമാണ്. ഇങ്ങനെ 3 ലക്ഷ്യങ്ങളാണ്. അതിനു വേണ്ടിയാണ് ഇയാൾ ആനപ്പടയുമായി കഅബ ആക്രമിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടത് എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. ഇദ്ദേഹം 9 അല്ലെങ്കിൽ 13 ആനകളുമായിട്ടാണ് പുറപ്പെട്ടത്. മാത്രമല്ല 60,000-ഓളം വരുന്ന കാലാൾപ്പടയും ഇയാളുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഈ സംഭവം ആനക്കലഹ സംഭവം എന്നറിയപ്പെടുന്നത്? അറേബ്യയിൽ ആനകളില്ലല്ലോ. അതേസമയത്ത് അബിസീനിയ ആഫ്രിക്കൻ രാജ്യമാണ്. ആഫ്രിക്കയിൽ ആനകളുണ്ട്, നമ്മുടെ ഇന്ത്യയിലും ആനകളുണ്ട് എന്ന് നമുക്കറിയാം. ആനപ്പടയുമായിട്ട് വന്നപ്പോൾ അത് വലിയ സംഭവമായി, വലിയ ചർച്ചാ വിഷയവും കൗതുകമുള്ള കാര്യവുമായിട്ട് മാറി. അതുകൊണ്ട് തന്നെയാണ് ആ സംഭവം ആനക്കലഹ സംഭവമായിട്ട് അറിയപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക.
അബ്രഹത്തും ആനപ്പടയും മക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാർച്ച് ചെയ്തു. അങ്ങനെ വരുന്ന വഴിയിൽ പല നാടുകളും പല സമ്പത്തുക്കളും അവരിങ്ങനെ കണ്ടുകെട്ടി പിടിച്ചടക്കിക്കൊണ്ടാണ് വരുന്നത്. അങ്ങനെ വന്ന് ഒരു മക്കയുടെ അടുത്തെത്തിയപ്പോൾ തിഹാമ എന്ന പ്രദേശത്ത് മക്കയുടെ ഭരണാധികാരിയായ അബ്ദുൽ മുത്തലിബിൻ്റെ ഒട്ടകങ്ങളെ അയാൾ പിടിച്ചെടുക്കുന്നുണ്ട് എന്നാണ്. അതിനുശേഷം മക്കയുടെ അടുത്ത ഒരു പ്രദേശത്തോളം അവരെത്തിച്ചേരുന്നുണ്ട്. എന്നിട്ട് അബ്ദുൽ മുത്തലിബിനെ അങ്ങോട്ട് വിളിച്ച് ഒരു ഉച്ചകോടി സംഘടിപ്പിച്ചു. ഞങ്ങൾ കഅബ തകർക്കാൻ വന്നതാണ്, താങ്കൾക്ക് വല്ലതും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അബ്ദുൽ മുത്തലിബ് പറഞ്ഞത്രേ, ചരിത്രകാരന്മാർ പറയുന്നു, എനിക്കൊരു കാര്യം പറയാനുള്ളൂ, താങ്കൾ എൻ്റെ ഒട്ടകങ്ങളെ പിടിച്ചെടുത്തില്ലേ, അവയെ തിരിച്ചു തരണം. ഞാൻ ഒട്ടകങ്ങളുടെ ഉടമസ്ഥനാണ്. ആ ഭവനമുണ്ടല്ലോ, അള്ളാഹുവിൻ്റേതാണ് ആ ഭവനം. അതിന് ഒരു നാഥനുണ്ട്, അതിനെ അവൻ കാത്തോളും എന്നാണ് അബ്ദുൽ മുത്തലിബ് പറയുന്നത്. അത് ഭീരുത്വമായിട്ടാണ് അബ്രഹത്തിന് തോന്നിയത്. യഥാർത്ഥത്തിൽ അബ്ദുൽ മുത്തലിബ് അള്ളാഹുവിൽ വിശ്വാസമുള്ള നല്ല വിശുദ്ധനായ ഒരു വ്യക്തിയായിരുന്നു. ആ നിലയ്ക്കാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് എന്താ ചെയ്തത്? അദ്ദേഹം മക്കയിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് മക്ക നിവാസികളെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് കഅബയുടെ അടുത്ത് ചെന്ന് അള്ളാഹുവോട് പ്രാർത്ഥിച്ചു. ആ വൻ സൈന്യത്തെ ഭൗതികമായിട്ട് തടയാനുള്ള സൈനിക ശേഷിയൊന്നും അവർക്കുണ്ടായിരുന്നില്ല. അവർ ഭീരുക്കളായതുകൊണ്ടല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൽ ഇടപെടും എന്ന വിശ്വാസം അവർക്ക് പൂർണ്ണമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ മലമുകളിലേക്ക് കയറിപ്പോയി എന്നാണ് സംഭവം. അപ്പോൾ അതിനെ തുടർന്ന് അബ്രഹത്തും ആനപ്പടയും മുന്നോട്ട് വരുന്നു. അവർ വന്ന് ഹജ്ജിൻ്റെ വേളയിൽ ഹാജിമാർ സഞ്ചരിക്കുന്ന മുസ്ദലിഫയുണ്ടല്ലോ, മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക് പോകുന്ന വഴിയിൽ മുഹസ്സർ എന്നൊരു താഴ്വരയുണ്ട്. ആ താഴ്വരയിൽ അവർ സംഭടിച്ചു. അവിടെ എത്തിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കുഞ്ഞു കുഞ്ഞു പക്ഷികളെ അയച്ചുകൊണ്ട് ആ പക്ഷികളുടെ കൊക്കിലും കാലിലും ഒക്കെ ചെറിയ കടലമണി പോലുള്ള കല്ലുകൾ വെച്ച് കൊടുത്തിട്ട് അതുമായിട്ട് വന്ന് ഈ ആനകളുടെയും മനുഷ്യരുടെയും തലയിൽ വീഴ്ത്തുകയും അങ്ങനെ അവർ നശിച്ചു പോവുകയും ചെയ്തു എന്നതാണ് അതിലെ ചരിത്ര പശ്ചാത്തലം. അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു അനുഗ്രഹം വന്നു ഭവിച്ച ഇടമാണത്. അതേപോലെ തന്നെ ഈ സമൂഹം, അബ്രഹത്തിൻ്റെ ആനപ്പടയും സംഘവും നശിപ്പിക്കപ്പെട്ട പശ്ചാത്തലമാണ് മറ്റൊന്ന് അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ആ മറ്റൊരു കാര്യം കൂടി ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഈ സംഭവം നടക്കുന്നത് ക്രിസ്താബ്ദം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 2025 എന്നെണ്ണുന്നില്ലേ, ഇതേ കാലഘട്ടത്തിൽ ക്രിസ്തു വർഷം 570 അല്ലെങ്കിൽ 571 ഈ സംഭവം നടക്കുന്നത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത് ക്രിസ്താബ്ദം 571 ഏപ്രിൽ 20 റബീഉൽ അവ്വൽ മാസത്തിലാണ് എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ സംഭവം നടക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നാടിനെ കാത്തു രക്ഷിച്ചു, കഅബാലയത്തെ കാത്തു രക്ഷിച്ചു. അതിനുശേഷം അനുഗ്രഹീതനായ പ്രവാചകൻ്റെ ആഗമനം ഉണ്ടാകാൻ പോകുന്നു എന്നത് ഇതിലുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ ഇതേപോലെ ഒരു ദൈവിക ഭവനം ഇങ്ങനെ വിവാദത്തിലകപ്പെടുകയും പിന്നീട് ആക്രമിക്കപ്പെടുകയും അത് തകർക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അല്ലേ? ഒരുപക്ഷെ നിങ്ങളൊക്കെ ജനിക്കുന്നതിൻ്റെ വളരെ മുമ്പാണ്, 33 വർഷം മുമ്പ് 1992 ഡിസംബർ 6 ആ സംഭവം നടന്നത്. നമ്മളിപ്പോൾ ഒരു ഡിസംബറിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ഇതേ കാരണങ്ങൾ അന്നും ഉണ്ടായത്. മതപരമായ പല തരത്തിലുള്ള പ്രകോപനങ്ങളും സൃഷ്ടിച്ചു. അധികാരം മുൻനിർത്തിയാണ് അവർ ആ ദേവാലയം തകർത്തത്. അതേപോലെ തന്നെ സാമ്പത്തികമായ ലക്ഷ്യങ്ങളും അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മുടെ മതേതര രാജ്യത്ത് പിന്നീട് വർഗീയ ലഹളകളും പല വിധത്തിലുള്ള അസ്വസ്ഥതകളും ഉടലെടുത്തത് എന്ന് മനസ്സിലാക്കണം. അതാണ് ചരിത്രവും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധം. അപ്പോൾ സൂറത്തുൽ ഫീൽ പാരായണം ചെയ്യുമ്പോൾ ഇതുകൂടി നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തെ പല വിധത്തിലും പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. സൂറത്തുൽ ഫീൽ അതോടൊപ്പം തന്നെ എത്ര ശക്തരായിരുന്നാലും അള്ളാഹുവിൻ്റെ മുമ്പിൽ മനുഷ്യൻ്റെ കഴിവുകളും ശക്തിയും വളരെ നിസ്സാരമാണ് എന്നുകൂടി അള്ളാഹു ഉണർത്തുന്നു. ആ നിലയ്ക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന
സൂറ കൂടിയാണ് സൂറത്തുൽ ഫീൽ. ഏത് പ്രതിസന്ധി ഘട്ടത്തെയും അള്ളാഹുവിൽ യഥാവിധി നാം തവക്കുൽ ചെയ്ത് സമർപ്പിച്ച് മുന്നോട്ട് പോയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഹാരങ്ങൾ നൽകും എന്ന സന്ദേശവും സൂറത്തുൽ ഫീൽ നൽകുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വർത്തമാന കാലത്തെ വിലയിരുത്തുവാനുള്ള ശേഷി നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.